إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 47-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വഹുവല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്, ജഅല ലക്കും, നിങ്ങൾക്ക് അവനാക്കി, അല്ലൈല, രാത്രി അവനാക്കി, ലിബാസൻ, ഒരു വസ്ത്രമാക്കി എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, രാത്രിയാണെങ്കിലും ഇരുട്ട് മൂടിക്കൊണ്ടൊരു വസ്ത്രത്തിന്റെ രൂപത്തിൽ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മുടെ ചിന്തയെ തട്ടി ഉണർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമാലങ്കാരം നടത്തുകയാണ്. ജഅല ലക്കുമുൽ ലൈല ലിബാസ, ആ രാത്രിയെ നിങ്ങൾക്കൊരു വസ്ത്രമാക്കി. സൂറ നബയിലും ഇതേ രൂപത്തിലുള്ള സമാനമായ ആയത്തുകൾ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, വന്നൗമ, നിങ്ങളുടെ ഉറക്കത്തെ അല്ലാക്കി, സുബാതൻ, ഒരു റാഹത്തുള്ളതാക്കി, നല്ലൊരു വിശ്രമമുള്ളതാക്കി എന്നാണ് പറയുന്നത്. മനുഷ്യനങ്ങേയറ്റം ആശ്വാസം നൽകുന്ന, സമാശ്വാസം നൽകുന്ന, ശാന്തി നൽകുന്ന രൂപത്തിൽ നോക്കൂ. സുബാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റാഹത്തെന്നും പണ്ഡിതന്മാർ അർത്ഥകൽപ്പന നടത്തിയിട്ടുണ്ട്. റാഹത്ത് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള എല്ലാം അതിൽ ഉൾക്കൊള്ളും. ഒരു മനുഷ്യന് സമാധാനവും അതുപോലെ ശാന്തിയും അതുപോലെ ആ രൂപത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും അതിൽ ഉൾപ്പെടും. നല്ല മനസ്സമാധാനത്തോടു കൂടിയുള്ള വിശ്രമം എന്നും അർത്ഥം പറയാം. ആ രൂപത്തിലുള്ള ഒരു സംഗതി നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഉറക്കിൽ കൂടി. ഒരു മനുഷ്യൻ നോക്കൂ, പകലിൽ അങ്ങേയറ്റം അധ്വാനിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ പ്രയാസത്തോടു കൂടിയും ക്ഷീണത്തോടു കൂടിയും അവന്റെ സ്വഗൃഹത്തിലേക്ക് മടങ്ങി വരികയാണ്. അതിനുശേഷം നോക്കൂ നിങ്ങൾ, അവൻ വിശ്രമിക്കുകയാണ്. ആ വിശ്രമം അവന് നൽകുന്ന മനസ്സമാധാനം, അവന് നൽകുന്ന ആരോഗ്യം, അവന് നൽകുന്ന ഉന്മേഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിയമത്തിനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിനെ പഠിക്കണം, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കണം, ഒരിക്കലും അല്ലാഹുവിലാരെയും പങ്കുചേർക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇതിന്റെ ഒരു വിന്യമായ രൂപത്തിലുള്ള അർത്ഥകൽപ്പന. വന്നൗമ സുബാതൻ, ആ ഒരു നൗമിനെ, ആ ഉറക്കത്തെ നിങ്ങൾക്ക് ഒരു നല്ല തരത്തിലുള്ള ഒരു വിശ്രമ സങ്കേതമാക്കി. വജഅലൻ നഹാറ, ആ പകലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി നുശൂറ, ഒരു ഉയർത്തെഴുന്നേൽപ്പാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉന്മേഷത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഉന്മേഷത്തോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റ് ക്രയവിക്രയങ്ങളിലേക്കും ജോലി സ്ഥലത്തേക്കും ഉന്മേഷത്തോടുകൂടി നിങ്ങൾക്ക് കുതിക്കാനുള്ള പരിശ്രമം നടത്താനുള്ള ഒരു തരത്തിലുള്ള ഒന്നാക്കി മാറ്റി ആ പകലിനെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.